ഓം കൃഷ്ണായ നമഃ. ഇന്നത്തെ പഞ്ചാംഗം ജൂൺ 4, 2026 കൊല്ലവർഷം 1201, ഇടവം 21, വ്യാഴാഴ്ച, തിഥി ചതുർത്ഥി, നക്ഷത്രം ഉത്രാടം, ജൂൺ 5 പുലർച്ചെ 3:41 വരെ, ശേഷം തിരുവോണം നക്ഷത്രം, അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:55 മുതൽ ഉച്ചയ്ക്ക് 12:46 വരെ, രാഹുകാലം ഉച്ചകഴിഞ്ഞ് 1:55 മുതൽ 3:29 വരെ, യമകണ്ഠ സമയം രാവിലെ 6:03 മുതൽ 7:37 വരെ, ഗുളിക സമയം രാവിലെ 9:12 മുതൽ 10:46 വരെ. ഏവർക്കും ശുഭദിനം നേരുന്നു. വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, മണികണ്ഠേശ്വര സുതനേ, നിന്നെ കണി കാണണമെന്നും. ഹലോ, എണീറ്റോ? എണീറ്റാലുടനെ നല്ല ചൂട് ദോശയും ചട്നിയും തരാൻ പറഞ്ഞേൽപ്പിച്ചേക്കുവാ ഈ സുഹൃത്ത്. കൂട്ടത്തിൽ സ്നേഹം നിറഞ്ഞ ഒരു ശുഭദിനവും. അപ്പൊ വേഗം ഫ്രഷ് ആയിട്ട് വാ. ഇന്നത്തെ ദിവസം ഈ രുചിയോടെ തുടങ്ങിയേക്കാം. ഒന്ന് പാടി നിന്നെ ഞാനുണർത്തിയോമലേ. പ്രഭാതമെൻ മനസ്സിൻ താളം പുലർവെളിച്ചം നിറയുന്നു, നാമജപധ്വനി മുഴങ്ങുന്നു, ഹൃദയത്തിൽ ആനന്ദ നൃത്തം കൃപാഗണം ചൊരിയുന്നു. മനോഹരമായ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഈ ചിത്രത്തിൽ കാണുന്ന നിങ്ങളുടെ സുഹൃത്തിന്റെ ഈ മോട്ടിവേഷൻ സന്ദേശം കണ്ടത്. ആ സന്ദേശം കേട്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാനാവില്ല എന്നോർത്ത് തല തല്ലി ചത്തിട്ടില്ല. ആട്ടി ഓടിച്ചതിന്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്ക് പറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതിരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയെന്ന് തോന്നുമ്പോഴൊക്കെ വീര്യത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയതെന്നോർത്ത് വിജയത്തിലേക്ക് തന്നെ നടക്കണം. അപ്പൊ നിങ്ങളുടെ ഈ സുഹൃത്ത് പറഞ്ഞ സന്ദേശം കേട്ടല്ലോ, അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കട്ടെ. നമുക്ക് യാത്ര തുടരാം. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് രാവിലത്തെ നമ്മുടെ ആദ്യ സർവീസായ ദുഃഖത്തിൽ നിന്നും സന്തോഷം വഴി സമാധാനം പോകുന്ന ബസ്സിലെ ഹോട്ട് സീറ്റിൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തായ ഈ വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹം നമ്മൾക്കായി ഒരു ശുഭദിന ചിന്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചിന്ത ഇതാണ്: ഓരോ ജീവിതവും ഓരോ യാത്രകളാണ്. പോകുന്ന വഴികളിലെല്ലാം സന്തോഷവും ദുഃഖവും എന്ന പല സ്റ്റോപ്പുകളിലും വണ്ടി നിർത്തും. എന്നാൽ എവിടെ ഇറങ്ങാൻ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇവിടെയൊന്നുമല്ല. നമ്മൾക്ക് ഇറങ്ങേണ്ടത് സമാധാനം എന്ന സ്റ്റോപ്പിലാണ്. കാരണം സന്തോഷവും ദുഃഖവും താൽക്കാലിക സ്റ്റോപ്പുകൾ മാത്രമാണ്. അതിനാൽ ഓരോ യാത്രയും മനോഹരമാക്കൂ. സന്തോഷത്തോടെ സമാധാനത്തിന്റെ സ്റ്റോപ്പിൽ എത്തിച്ചേരൂ. സ്നേഹപൂർവ്വം ശുഭദിനം.